ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ കാണുന്നവനാണ്. എൽറോയ് ആണ് യേശുക്രിസ്തു. നമ്മൾ പാപികളായിരുന്നപ്പോൾ, വീണു പോയിരുന്നവരായിരുന്നപ്പോൾ, അല്ലെ, ദൈവത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലത്തിലായിരുന്നപ്പോൾ, ഒന്നിനും കൊള്ളാതിരുന്ന വ്യക്തികളായിരുന്നപ്പോൾ നമ്മളെ തേടിയെത്തിയത്, അല്ലെ, ദൈവം യേശുക്രിസ്തു. നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെ നമ്മളെ തൻ്റെ ഹൃദയത്തോട് മാറോട് ചേർത്ത് നിർത്തിയവന് യേശുക്രിസ്തു. എന്നും അങ്ങനെ തന്നെ, അല്ലെ. നമ്മൾ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന വഴി പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളായി തീരുന്നുണ്ട്, അല്ലെ. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെയുമെല്ലാം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ദൈവം, നമ്മളെ കണ്ടവൻ, അല്ലെ, ലോകാരംഭത്തിന് മുമ്പേ നമ്മളെ വേർപെടുത്തിയതാണ് അവന് വേണ്ടി. ആ ഒരു ദൈവം, ആ സ്നേഹം നമ്മൾ കാണാതെ പോകരുത്. പലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ട്, ദൈവമേ, എനിക്ക് ആരുമില്ലല്ലോ, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ, പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്ത് കൂട്ടിയതാ, അല്ലെ, ഞാൻ അറിയാതെയും കൂടി ഞാൻ പ്രശ്നത്തിലായിപ്പോയതാ, അല്ലെ. സാറായും ഹാഗറും അങ്ങനെയായിരുന്നു. ഹാഗർ പ്രശ്നത്തിലായി പോയത് പകുതി കാര്യത്തിൽ ഹാഗർ ഒന്നും ചെയ്തുകൊണ്ടല്ല, അല്ലെ. എബ്രഹാമിന്റെ ഭാര്യയെ തീരുന്നുള്ളത് ഹാഗർ, അത് ഹാഗറിന്റെ എന്താ പറയണ തീരുമാനത്തിൽപ്പെട്ടതായിരുന്നില്ല. പക്ഷെ സാറായിനോട് മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളത് അത് ഹാഗർ തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഹാഗർ പ്രശ്നത്തിലായി പോയി, അല്ലെ. സാറയാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാതെ, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ സാറയും പ്രശ്നത്തിലായി. ഇപ്പൊ അങ്ങനെ നമ്മളും പലപ്പോഴും നമ്മുടെ തീരുമാനം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന്റെ മോശപ്പെട്ട രീതി കൊണ്ട് അങ്ങനെ പലപ്പോഴും പ്രശ്നത്തിലായി പോകുന്നു. എന്നിരുന്നാൽ പോലും, അല്ലെ, അവിടെ നിന്നെല്ലാം നമ്മളെ വിടുവിച്ചുകൊണ്ട് നമ്മളെ നിലനിർത്തുന്ന ഒരു ദൈവം, നമ്മളെ കണ്ടവൻ, നമ്മളെ കാണുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പിതാവ്. കർത്താവ് അങ്ങേക്കായിട്ട് അങ്ങനെ വചനത്തിനായിട്ടും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതിനായിട്ട് കർത്താവ് ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല എന്നുള്ളതിനായിട്ട് നന്ദി പറയും. താങ്ക് യു ജീസസ്. മച്ച് പ്രേസ് ആൻഡ് വർഷിപ്പ്. ഇന്ന് സംസാരിക്കണമേ കർത്താവ്. ഞങ്ങളുടെ ഉള്ള കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾക്കൊന്ന് വെളിപ്പെട്ടി തന്നെ, അതൊക്കെ അതിനൊക്കെ വേണ്ടി ക്ഷമിച്ചേക്കുള്ള കൃപയും തണമേ കർത്താവെ. ഞങ്ങളോട് ക്ഷമിക്കുമെന്നുള്ള നന്ദി പ്രദേശിക്കുന്ന നമുക്ക് ഇന്ന് ജനസസിലേക്ക് പോകാം. ഉൽപ്പത്തിന്റെ 16, ഉൽപ്പത്തിന്റെ 21 സംസാരിക്കണം. പക്ഷെ 16 ആണ് വായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉൽപ്പത്തിന്റെ 21 പോകുമ്പോൾ അവിടെ നിന്ന് വായിക്കാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും സംസാരിക്കാം. അപ്പോൾ 16ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എബ്രഹാമിന്റെ ഭാര്യ സാറായി. എബ്രഹാമിന്റെ ആ സമയത്ത്, ഈ 16ന്റെ സമയത്ത് എബ്രഹാം ആയിട്ടുണ്ടായിരുന്നില്ല. എബ്രാം, എക്സോൾട്ടഡ് ഫാദർ എന്ന് പറയും. അപ്പൊ എബ്രാമിന്റെ ഭാര്യ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരിൽ ഒരു മിസ്രയീം ദാസി ഉണ്ടായിരുന്നു. അപ്പൊ എബ്രാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എബ്രാമിന് വാഗ്ദത്തം കൊടുക്കുമ്പോൾ സാറായ്ക്കും കൂടെ ബാധകമായിട്ടുള്ള വാഗ്ദത്തമാണല്ലോ ദൈവം കൊടുത്തിരിക്കുന്നത്, പ്രോമിസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സാറ തന്റെ പ്രായത്തിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോ സാറയ്ക്ക് അറിയാം, സാറ വിചാരിച്ചു, ഇല്ല, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി, എനിക്ക് ജനിക്കാൻ പോകുന്നില്ല. എബ്രാമിനാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സാറായ്ക്കായിരുന്നില്ല പ്രശ്നം, അല്ല. അപ്പൊ സാറ തന്റെ സിറ്റുവേഷനിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേ സാറ വിചാരിച്ചു, ഓക്കെ, എനിക്കിനി കുഞ്ഞുങ്ങളുണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പൊ അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സമയം പോലെ അല്ലല്ലോ. ഇപ്പൊ ഇന്ന് പലരും എന്താ പറയാ, കുഞ്ഞുങ്ങള് ഇല്ലേലും പ്രശ്നമില്ല, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് പോയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. കുഴപ്പമില്ല എന്ന് ചില സ്ത്രീകളൊക്കെ കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്ന വ്യക്തികളുണ്ട്, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ആയിട്ട്. ഇന്ന് അതൊരു വലിയ പ്രശ്നമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല, കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു നാണക്കേട്, ഒരു മാനക്കേട്, അല്ലെ. അപ്പൊ നമുക്കറിയാം, ജൂഡന്റെ മകന്റെ വൈഫ്, അല്ലെ, ടാമർ. അപ്പൊ അവള് അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് കുഞ്ഞുങ്ങൾ വേണം എന്നൊരു എന്താ പറഞ്ഞ, അവളൊരു തീരുമാനം എടുത്തിട്ട്, നമുക്കറിയാം ജൂഡയും ടാമറും നമ്മൾ ബന്ധത്തെ പറ്റിയുള്ള നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ആക്ട് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ആ ഒരു അന്നത്തേക്ക് ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നും പല സൊസൈറ്റിയിലും അങ്ങനെയൊക്കെ തന്നെ ഉള്ള സ്ഥലങ്ങളുണ്ട്, അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ കൾച്ചറൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിനൊക്കെ ഒരു കുറവുണ്ട് എന്ന് മാത്രം. എന്നാലും എബ്രഹാമിന്റെ ഭാര്യ സാറ മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗർ എന്ന പേരിലുള്ള ഒരു മിസ്രയീം ദാസി ഉണ്ടായിരുന്നു. അപ്പം എന്റെ സിറ്റുവേഷനിലേക്ക് നോക്കി കഴിഞ്ഞപ്പോ സാറയ്ക്ക് തോന്നി, ഓക്കെ, ഇനി എനിക്ക് അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകാനാ.
പക്ഷെ എബ്രാഹിമിനാണെങ്കിൽ അവിടെ ഒരു വാഗ്ദാനം ദൈവത്തിന് വാഗ്ദത്തം അല്ല പ്രോമിസ് ദൈവത്തിന് ഉണ്ട് തന്നെ. അപ്പൊ സാറ ഇപ്പോൾ തീരുമാനം എടുക്കുക അല്ലെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ ഞാൻ ഒരു ഇപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഞാനായിട്ട് തന്നെ കണ്ടെത്താം അല്ലെ എന്നുള്ള തീരുമാനം എടുത്തിട്ട് സാറ ഇങ്ങനെ എന്താ പറയുക ഒരു തീരുമാനത്തിലേക്ക് വരും. ഓക്കെ ഈ ദാസി ഉണ്ടല്ലോ, ദാസിനെ കൊണ്ട് എബ്രാഹിമിനെ കല്യാണം കഴിപ്പിച്ച് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ എന്നൊരു തീരുമാനത്തിലേക്ക് സ്വന്തമായിട്ട് തീരുമാനത്തിലേക്ക് വരും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ചിട്ട് പിശാച് കൊണ്ടുവന്ന് ഇവർക്ക് അല്ലെ എന്താ പറയാ ഹവ്വയ്ക്ക് ഫലം കൊടുത്തു കഴിഞ്ഞപ്പോ ഹവ്വ ഓക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ണൊക്കെ തുറന്ന് എനിക്ക് ബുദ്ധിയൊക്കെ വെക്കുവാണ്, പിന്നെ എന്റെ ഭർത്താവിനോട് ഇരിക്കട്ടെ അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിയൊക്കെ വെക്കാൻ വേണ്ടിയല്ല എന്നൊരു തീരുമാനമൊക്കെ എടുത്ത പോലെ, സ്വന്തമായിട്ടൊരു തീരുമാനമൊക്കെ എടുത്ത പോലെ ഇവിടെ സാറയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമല്ലേ. എന്നാ പിന്നെ എന്റെ ഇസ്രയേൽ ദാസിനെ കൊണ്ട് എബ്രാഹിമിനെ കല്യാണം കഴിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാകാം, നമുക്ക് കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടാണെന്നല്ലേ ഉള്ളൂ, നിർബന്ധമുള്ളല്ലേ. അപ്പൊ ഇവിടെ സാറ ഇനി പറയുക സാറ അബ്രാഹിമിനോട്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി ഇവിടെ സാറായിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്ന് ഒന്ന് കിട്ടിയിരിക്കുന്ന വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനത്തില് സാറയ്ക്ക് കുറച്ച് വിശ്വാസമുണ്ട്, കുഞ്ഞുങ്ങൾ ജനിക്കും എന്നുള്ളത്. പക്ഷെ അത് തന്നൽ വഴിയാണോ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിശ്വാസമുണ്ട്, എന്നാൽ കുറച്ച് വിശ്വാസം ഇല്ലാഴികയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ കൂടെ നമ്മൾ പലരും പോയിട്ടുണ്ട് അല്ലെ. എന്നാൽ ദൈവത്തിന്റെ വാക്കുണ്ട് താനും, പക്ഷെ അത് എങ്ങനെ നടക്കും എന്നുള്ളതിനെ പറ്റി ഒരു വിശ്വാസം ഇല്ലാഴിക. അപ്പൊ അതങ്ങനെ നമ്മൾ ഇവിടെ ഈ രണ്ട് സ്ത്രീകൾ ഈ ചാപ്റ്റർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞ രണ്ട് സ്ത്രീകളെ പറ്റി, സാറേനെ പറ്റി ഹാഗറിനെ പറ്റി. അവർ രണ്ടുപേരും നമ്മളെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നവർ തന്നെയാണ് അല്ലെ. ഇപ്പൊ സാറാനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമില്ലാഴികയാണ് പ്രശ്നമെന്ന്. ദൈവത്തോട് അവർക്ക് വിശ്വാസമുണ്ട്, ദൈവത്തിന്റെ വാക്യത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ അത് എങ്ങനെ നടക്കും അല്ലെ, നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കും, അവരുടെ ജീവിതത്തിൽ അത് എങ്ങനെ നടക്കും എന്നുള്ളതിനെ പറ്റി വിശ്വാസം ഇല്ലാതിരിക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ. അതിന് വിശ്വാസമില്ലാഴിക നമ്മുടെ ജീവിതത്തിലൊക്കെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ സാറ തന്റെ വിശ്വാസമില്ലാഴിയെ കൊണ്ട് ഒരു സൊല്യൂഷൻ സാറ തന്നെ ഒരു പരിഹാരം, ഈ പ്രശ്നത്തിന് പരിഹാരം സാറ തന്നെ കണ്ടെത്തുക. അപ്പൊ എന്താ പറയുക വെച്ചാല് സാറ അബ്രാഹാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ അല്ലെ. അപ്പൊ ഗർഭം അടയ്ക്കുന്നതും ഗർഭം തുറക്കുന്നതും ഒക്കെ ദൈവം തന്നെയാ അല്ലെ. കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒക്കെ ദൈവം തന്നെയാ, സൃഷ്ടി ദൈവത്തിൻ്റെതാണ്. അപ്പൊ സാറയുടെ ഗർഭം കുറച്ച് ദിവസത്തേക്ക് ദൈവം അടച്ചു വെച്ചിരിക്കുന്നു, കുറച്ച് നാളത്തേക്ക് അടച്ചു വെച്ചാൽ അത് കറക്റ്റാ. സാറ പറയുന്ന കാര്യം ഇവിടെ കറക്റ്റാണ്. അപ്പൊ ഇനി പറയുക എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു എബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. അപ്പൊ എബ്രഹാമും പണ്ട് ആദം അല്ലെ ആദം ചെയ്തപോലെ തന്നെ ഹവ്വ അല്ലെങ്കിൽ ഈവ് കൊണ്ട് ഫലം കൊടുത്തപ്പോൾ ആദം ഒന്നും പറയാതെ അത് വാങ്ങിച്ചു കഴിച്ച പോലെ തന്നെ എബ്രഹാം ഇവിടെ അതേപോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുക അല്ലെ. കുഴപ്പമില്ല സാറ് പറഞ്ഞു ചിലപ്പോൾ ശരിയാണെങ്കിലോ, സാറയ്ക്ക് ഇനി കുഞ്ഞുങ്ങളുണ്ടാകാൻ ചാൻസ് ഒന്നും ഇല്ലെങ്കിലോ, എങ്ങാനും ഹാഗർ വഴി ഉണ്ടാകണമെന്നോ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നോ ദൈവത്തിന്റെ നിശ്ചയമെങ്കിലോ അല്ലെ. എന്നാൽ ദൈവത്തോട് ഒന്ന് ചോദിക്കാനൊന്നും എബ്രഹാം തുനിയുന്നില്ല. പക്ഷെ എന്നാലും എന്നാ ഭാര്യ പറഞ്ഞു കേട്ടോണ്ട് എബ്രഹാമും ഇറങ്ങി പുറപ്പെടുന്ന ഒരവസ്ഥ അല്ലെ. അപ്പൊ എബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. ദൈവം പറഞ്ഞ വാക്ക് അത് നിവർത്തിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് അത് സ്വന്തമായിട്ടുള്ള തീരുമാനത്തിൽ നിവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുള്ളൂ അല്ലെ. അതാണ് ഇവിടെ കാണിക്കുന്നത്. മൂന്നാമത്തെ വാക്ക് എബ്രാം കനാൻ ദേശത്ത് പാർത്തു 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിന്റെ ഭാര്യ സാറായി മിസ്രയീം ദാസിയായ ഹാഗാറിന് തന്റെ ഭർത്താവായ എബ്രാമിന് ഭാര്യയെ കൊടുത്തപ്പോൾ മിസ്രയീം ദാസിയെ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 12ാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം ഒരു വരൾച്ച, ഒരു ഫാമിൻ വന്നു കഴിഞ്ഞപ്പോൾ എബ്രാഹിം സാറയും ലോത്തും എല്ലാം കൂടെ മിസ്രൈമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം അവർ തിരിച്ചു വരുമ്പോൾ ഫറോ അവർക്ക് കുറച്ച് സമ്പത്തൊക്കെ കൊടുക്കുന്നു. അതിൽ പെട്ടതാണ് ഈ ദാസിയൊക്കെ അല്ലെ. അങ്ങനെ ഇപ്പം മിസ്രൈം ദാസിയായ ഹാഗാറിന് തന്റെ ഭർത്താവായ എബ്രാമിന് ഭാര്യയെ കൊടുക്കുന്നു. അപ്പൊ ഭാര്യ എന്ന് പറയുമ്പോൾ അന്നത്തെ സൊസൈറ്റിയിൽ അവർക്ക് കല്യാണം കഴിക്കാം, കല്യാണം കഴിച്ചുകൊണ്ടിരുന്നവര് ഒരു കല്യാണം ഉള്ളപ്പോൾ തന്നെ, ഭാര്യ ഉള്ളപ്പോൾ തന്നെ വേറെ ആൾക്കാരെ കല്യാണം കഴിക്കുന്നു. പക്ഷെ ആ ആദ്യത്തെ ഭാര്യയ്ക്ക് അവർക്ക് സ്പെഷ്യലായിട്ട് പൊസിഷൻസ് ഒക്കെ ഉണ്ട്, നല്ല ഒരു സ്ഥാനമൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ വരുന്നവർക്ക് കൺക്യൂബൻസ് എന്ന് പറയുമ്പോൾ
അവര് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ഭാര്യമാരെ പോലെയല്ല. ഒരു ഭാര്യന്റെ അധികാരവും അവകാശങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാലും കുഞ്ഞുങ്ങളൊക്കെ ജനിക്കും അല്ലെ. സെർവന്റുമാര്, കൺക്യൂബിൻസ് പറയും ഇംഗ്ലീഷിൽ. അങ്ങനെ അങ്ങനെ ഹാഗർ എബ്രഹാമിന്റെ ഭാര്യയാവുന്നു. അവൾ ഹാഗറിന്റെ അടുക്കൽ ചെന്നു. അവൻ ഹാഗറിന്റെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. അപ്പോൾ സാറായി എബ്രഹാമിനോട്, എനിക്ക് സംഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. എബ്രഹാം സാറായിയോട് നിന്റെ ദാസ്യൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ തന്റെ വീട് വിട്ട് ഓടിപ്പോയി. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കുക, ഹാഗറിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കുക. ഹാഗർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയാ, ഈജിപ്തിൽ നിന്ന് എബ്രഹാമിന്റെ സാറയുടെ കൂട്ടത്തില് എന്താ പറയാ ദാസിയായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഒരുപക്ഷെ ദാസിയായിരുന്നായിരിക്കുമല്ലോ, സ്ലേവ് ആയിരുന്നു അല്ല, അടിമയായിരുന്നായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ ആ അടിമയ്ക്ക് എബ്രഹാമിനെ പോലെയുള്ള ഒരു എന്താ പറയാ പണക്കാരനായിട്ടുള്ള അല്ലെ, ഒരു പ്രഭുവായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ചാൻസ് വരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ അവള് ഗർഭം ധരിക്കുന്ന ആദ്യത്തെ കുഞ്ഞെന്ന് വിചാരിച്ചോണം. അപ്പോ അത് കണ്ടു കഴിഞ്ഞപ്പോ ഒരുപക്ഷെ തന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹം അല്ലെ, ആർക്കായാലും അങ്ങനെ തോന്നും അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും നാൾ തന്റെ അവസ്ഥയിൽ നിന്ന് ഒരു വിടുതലായല്ലോ എന്നൊരു മനസ്സിന്റെ ഒരു തോന്നൽ അല്ലെ. എന്താ പറയുക, താൻ വിചാരിച്ചുകൊണ്ടല്ല ഈ സിറ്റുവേഷനിലേക്ക് താൻ ആയത്. പക്ഷെ എന്നാൽ ഇപ്പം താൻ ഗർഭിണിയായിരിക്കുന്നു, തന്റെ യജമാനന്റെ കുഞ്ഞിനെ താൻ വഹിക്കുന്നു, ആദ്യത്തെ കുഞ്ഞാണ്. എബ്രഹാമിന്റെ സ്വത്തുകളുടെ എല്ലാം ഉടമയായിട്ട് ഈ കുഞ്ഞ് വരും. തന്റെ പൊസിഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയി അല്ലെ, താൻ കുഞ്ഞിന്റെ അമ്മയായി ആകാൻ പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അല്ലെ എന്താ പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തന്റെ പൊസിഷൻ കുറച്ചും കൂടെ ബെറ്റർ ആണ് എന്നൊരു ഒരു ഡിസയറിലേക്ക്, ഒരു ആഗ്രഹത്തിലേക്കൊക്കെ ഹാഗർ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെ, നമ്മൾക്കും അങ്ങനെ ഉണ്ടാവും. നമ്മളുടെ ജീവിതത്തിന്റെ സിറ്റുവേഷനൊക്കെ മാറാൻ പോകുന്നൊക്കെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സിറ്റുവേഷനൊക്കെ മാറിക്കഴിയുമ്പോൾ പഴയ കാലത്തെ പറ്റി മറന്നു പോകാൻ ചാൻസ് എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് ഹാഗാർ ഇവിടെ ചെയ്തത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ തന്റെ യജമാന്റെ ഭാര്യ, ആ വയസ്സായിട്ടുള്ള സ്ത്രീ, അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ജനിക്കത്തില്ല, എന്നെ പോലെ അല്ലല്ലോ അല്ലെ. ഞാൻ അടിമയാണെങ്കിൽ എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കും. അപ്പൊ അത് വലിയൊരു കാര്യമാണ് അല്ലെ. കുഞ്ഞുങ്ങൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. സാറയ്ക്ക് അതില്ല, സാറയ്ക്ക് കുറവുണ്ട്. ഹാഗറിനെ സംബന്ധിച്ചിടത്തോളം സാറയ്ക്ക് കുറവുണ്ട് അല്ലെ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സാറയ്ക്ക് കുറവില്ല. അപ്പൊ ഹാഗർ വിചാരിച്ചു, അപ്പൊ ഇവരെന്നെ അനുസരിക്കേണ്ട കാര്യം എന്നായിരിക്കുന്നു, അവർക്ക് കുറവുള്ള സ്ത്രീയല്ല, ഞാനിപ്പോഴത്തെ എബ്രഹാമിന്റെ ഭാര്യയാണ്, എനിക്കിപ്പോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പൊ ഒരു അഹങ്കാരം അല്ലെ. സാറയെ സംബന്ധിച്ചിടത്തോളം സാറയ്ക്ക് വിശ്വാസമില്ലാഴികയായിരുന്നു പ്രശ്നമെങ്കിൽ ഹാഗറിനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരമായിരുന്നു പ്രശ്നം അല്ലെ. അപ്പൊ ഇത് ജഡത്തിന്റെ സ്വഭാവമായിരുന്നു പ്രശ്നം. അതിൽ കൂടിയല്ല നമ്മളെല്ലാരും കടന്നു പോയിട്ടുള്ളൂ. നമ്മളും ഒക്കെ അങ്ങനെ ചെയ്യുന്നവര്. വിശ്വാസമില്ലാഴികയും ജഡത്തിന്റെ സ്വഭാവം ഒക്കെ നമുക്കും എല്ലാവർക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ജഡത്തിന്റെ സ്വഭാവത്തിൽ കൂടെ സാറ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോ എന്താ പറയാ, ഹാഗർ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോ സാറയ്ക്ക് എബ്രഹാം അവകാശം കൊടുക്കുന്നു അല്ലെ, നീ എന്ത് വേണമെങ്കിലും ചെയ്തെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ സാറ ഇച്ചിരി കാഠിന്യത്തോടെ പെരുമാറി തുടങ്ങി. അപ്പൊ വീട് വിട്ട് ഹാഗറിന് ഓടേണ്ടി വരുന്നു. എന്നാൽ ദൈവം അല്ല, ഇനി ദൈവത്തെ പറ്റിയാ പറയുന്നത്. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവയുടെ അരികെ ചൂരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികിൽ വെച്ച് അവളെ കണ്ടപ്പോ, യഹോവയുടെ ദൂതൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെ എഴുതി വെച്ച ദൂതൻ ഉള്ളതിന് എന്താ പറയുക, ഏഞ്ചൽ എന്ന് എഴുതി വെച്ചേക്കുന്ന ക്യാപിറ്റൽ എ എഴുതി വെച്ചിരുന്നത്. ക്യാപിറ്റൽ എ. ആ ക്യാപിറ്റൽ എ എഴുതുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദൈവം യേശുക്രിസ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോസസിനെ ആ ബേണിംഗ് ബുഷ് അല്ലെ, ആ എന്താ പറയാ തീ ആളുന്ന ബുഷിന്റെ അകത്ത് അല്ലെ, അവിടെ വെച്ച് കണ്ടതും ഈ ഏഞ്ചൽ, യഹോവയുടെ ഏഞ്ചലാണ്. അവിടെയും ക്യാപിറ്റൽ എ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിൾ. എന്ന് വെച്ചാൽ ദൈവം തന്നെയാണ് ചുരുക്കം, യേശുക്രിസ്തു ആണ് ചുരുക്കം. അപ്പൊ ഇങ്ങനെ ഇവിടെ പറഞ്ഞു, യഹോവയുടെ
യഹോവയുടെ ദൂത് അവളോട് നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങി സോറി പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ നിന്ന് ഒരു നീരുറവിന്റെ അരികെ ശൂരിന് പോകുന്ന വഴിയിൽ നീരുറവിന്റെ അരികിൽ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, താൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ യഹോവയുടെ ദൂതൻ യേശുക്രിസ്തു എന്ന് പറഞ്ഞു. പിന്നെ യേശുക്രിസ്തുവിന് അറിയത്തില്ലേ സാറയുടെ എന്താ പറയുക ദാസിയായ ഹാഗർ എവിടെ പോകുന്നു, നീ എങ്ങോട്ട് പോകുന്നുള്ള കാര്യമൊക്കെ യേശുക്രിസ്തുവിന് അറിയത്തില്ല. പിന്നെ എന്തിനാ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എവിടെ പോകുന്നു, നീ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ നാട്ടിലെ ആൾക്കാര് നമ്മളൊക്കെ പുറത്തിറങ്ങും, വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എവിടെ പോവുക, എന്താ കാര്യം എന്നങ്ങനെ ചോദിക്കുന്ന പോലെ വരുന്നത് വെറുതെ ഒരു കുശലാന്വേഷണത്തെ ചോദിച്ച കാര്യമല്ലല്ലോ യേശുക്രിസ്തു, അല്ലെ? അറിയാം, ദൈവത്തിന് അറിയാം. പക്ഷെ എന്നാലും ദൈവം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ദൈവം എല്ലാം അറിഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നാ പറയുന്നത്. ഇവിടെ ഹാഗറെ എന്നല്ല വിളിക്കുന്നത്, സാറായുടെ ദാസിയായിട്ടുള്ള ഹാഗർ എന്നാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നിന്റെ പൊസിഷൻ അതാണ്, അല്ലെ? മോശപ്പെട്ട രീതിയിലല്ല പറയുന്നത്. നീ സാറ എന്ന സ്ത്രീക്ക് എന്താ പറയാ സബ്മിസീവായിട്ട് സബ്മിറ്റ് ഇരിക്കേണ്ട സമയത്ത് അവള് കാരണമാണ് നിനക്ക് ഈ പൊസിഷൻ വന്നത്, അവള് കാരണമാണ് നീ എബ്രാഹിമിന്റെ ഭാര്യയായി തീർന്നത്. അങ്ങനെ അവളുടെ ദാസിയായിട്ട് ഇരിക്കേണ്ട നീ എവിടെ പോകുന്നു എന്നൊരു ചോദ്യം ചോദിക്കും. അവളോടൊന്ന് ചിന്തിക്കാൻ ഒന്ന് പ്രേരിപ്പിക്കുക, അല്ലെ? അപ്പൊ ഇവിടെ അവള് പറയുക യഹോവയുടെ ദൂത് അപ്പൊ അവള് പറയും, ഞാൻ എന്റെ യജമാനത്തെ വിട്ട് ഓടിപ്പോകുന്നു. അപ്പൊ പിന്നെ യഹോവയുടെ ദൂതൻ പറയുക, നീ നിന്റെ യജമാനത്തോട് അടുക്കൽ മടങ്ങി ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോ ഇവിടെ കൽപ്പിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഗറിന്റെ പ്രശ്നം വേറൊന്നുമില്ല. ഹാഗറിന്റെ പ്രശ്നം അഹങ്കാരമായിരുന്നു, പ്രൗഡായിരുന്നു, അല്ലെ? പ്രൈഡായിരുന്നു. ഹാഗർ ഭയങ്കര പ്രൗഡായിരുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ അത് ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് അവളെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊണ്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്റെ യജമാനത്തേക്ക് കീഴടങ്ങിക്കൊണ്ട് തിരിച്ച് ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാമിന്റെ സന്തതിയാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. എബ്രഹാമിന്റെ സന്തതി എബ്രഹാമിന്റെ കൂടെ ആയിരിക്കണം താമസിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഹാഗറിനോട് നീ ഒന്ന് താന്നു കൊടുക്ക്, അല്ലെ? നീ താന്നു കൊടുത്തുകൊണ്ട് സാറാന്റെ അടുത്തേക്ക് തിരിച്ചു പോ എന്ന് പറയുമോ. അവൾ ഇനിയും അത് കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നു. പിന്നെ നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവനും ഇസ്മായേൽ എന്ന് പേർ വിളിക്കുക. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യൻ ആയിരിക്കും. അവന്റെ കൈ എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു. 10ാമത്തെ വാക്ക് വായിച്ച് മറന്നു. ഇങ്ങനെ പറഞ്ഞു, യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാത്ത വണ്ണം പെരുപ്പമുള്ളതായി തീരും. അപ്പൊ എബ്രഹാമിനോടുള്ള സ്നേഹം കാണും. ദൈവം പറയും, നിന്റെ സന്തതി, അല്ലെ? നീ കാണുന്ന സിറ്റുവേഷൻ അല്ല നിന്റേത്, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സിറ്റുവേഷൻ അത് നീ ഉണ്ടാക്കിയതാണ്. നേരത്തെ നിനക്ക് ഗർഭം ഉണ്ടാവുക എന്നുള്ളത്, നീ എബ്രഹാമിന്റെ ഭാര്യയാകും എന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങനെയൊക്കെ വന്നത് അത് നീ ചെയ്ത പ്രശ്നമല്ല, നിന്റേതായിട്ടുള്ള പ്രശ്നമായിരുന്നില്ല. അത് സാറായി എടുത്തൊരു തീരുമാനത്തിൽ നിന്ന് വന്ന പ്രശ്നമാണെങ്കിൽ പോലും, പക്ഷെ ഇന്ന് നീ നിൽക്കുന്നത്, അല്ലെ, അത് നീയായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമാണ്. നമ്മളിൽ എത്ര പേര് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, നമ്മളല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൂടിയ പ്രശ്നങ്ങൾ, അത് പലതിൽ കൂടെ നമ്മൾ കടന്നുപോയിട്ടുള്ള. അപ്പൊ ഹാഗർ കാണിക്കുന്നത് നമ്മൾ പലരുടെയും ജീവിതത്തെയാണ് കാണിക്കുന്നത്, അല്ലെ? പക്ഷെ എന്നാലും നമ്മളെ കൈവിട്ട് കളയാൻ താല്പര്യമില്ലാത്ത ദൈവം, അല്ലെ? ഇവിടെ ഇസ്മായിലിന്റെ ജന്മം എന്ന് പറഞ്ഞാലും ഹാഗറിനെ എബ്രഹാം കല്യാണം കഴിച്ച ഒന്നും ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള കാര്യമില്ല, ദൈവത്തിന്റെ ഹിതത്തിന് പ്രകാരമുള്ള കാര്യമില്ല. എന്നിട്ടും കൂടെ ദൈവം ഹാഗറിന് ഒരു വാഗ്ദാനം കൊടുക്കും, ഞാൻ ഇവനെയും വലിയവനാക്കും, ഒരു വലിയ നേഷനാക്കി തീർക്കും. ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച് പാപം ചെയ്ത് വീണ്ടുപോയി നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള കാര്യമാണ്. പക്ഷെ എന്നിട്ടും കൂടെ അവിടെയും പരിഹാരം കാണാൻ വേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ദൈവം തന്നെ പരിഹാരം കാണുന്നത്, അല്ലെ? ദൈവം നീതിയുള്ളവനാണ്. അതിനുവേണ്ടി തന്നെ സ്വന്തം പുത്രനെ നമ്മൾക്ക് വേണ്ടി ബലി കൊടുത്ത് നമ്മളുടെ ഓരോ പ്രശ്നത്തിനും പരിഹാരം
സഹായത്തിനായിട്ട് ഒരിക്കൽ പോലും ദൈവത്തെ മറക്കാതിരിക്കുക. പിന്നെ ഇവിടെ എന്നാലേ അവൾ 13ാമത്തെ വാക്ക്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറിന് ബേർ ലഹയി റോയ് എന്നു പേര്. അത് കാദേശിനും പെരേദിനും മധ്യേ ഇരിക്കുന്നു. പിന്നെ ഹാഗർ അബ്രാമിന് മകനെ പ്രസവിച്ചു. ഹാഗർ പ്രസവിച്ച തന്റെ മകൻ അബ്രാം ഇസ്മയേൽ എന്ന് പേരിട്ടു. അപ്പൊ തന്നെ കാണുന്നവനാണ് ദൈവം. എന്തൊരു സിറ്റുവേഷനിൽ വെച്ചാണെന്ന് പറഞ്ഞാൽ തന്നെ കാണുന്നവനാണ് ദൈവം. തന്നെ ഉപേക്ഷിച്ച് കളയാത്തവനാണ് ദൈവം എന്ന് ഹാഗാറിന് മനസ്സിലായി. ഹാഗാറിന് മനസ്സിലായി താൻ ചെയ്ത തെറ്റാണ്, താൻ സബ്മിറ്റ് ചെയ്ത് ഇരിക്കണം, അല്ലെ, എന്താ പറയുക, താൻ താഴ്ന്നിരിക്കണം, സാറായിന്റെ കൈക്കീഴിൽ താഴ്ന്നിരിക്കണം എന്നുള്ള കാര്യം ഹാഗറിന് മനസ്സിലായി, അല്ലെ. സാറ എന്ന് പറഞ്ഞാൽ വലിയ വില്ലത്തിയൊന്നുമല്ല, അല്ലെ. തന്റെ നേരെ ഹാഗർ മോശപ്പെട്ട രീതിയിൽ പെരുമാറിയപ്പോഴാണ് സാറ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്, അല്ലെ. പക്ഷെ എന്നാൽ തിരിച്ച് ഹാഗർ ചെന്ന് കഴിയുമ്പോഴും പിന്നെ സാറ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, അല്ലെ. 14 അല്ലെങ്കിൽ 17 വയസ്സ് വരെയൊക്കെ ഹാഗർ ഈ കുഞ്ഞും ഇസ്മായിലും ഒക്കെ അവിടെ തന്നെ സാറാന്റെ കൂടെ താമസിക്കുന്നു, അല്ലെ. 21ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സാറായിനെ ദൈവം ഓർക്കുന്നു. സാറായിക്ക് ഐസക്ക് ജനിക്കുക, സാറായി അല്ലെ, സാറായിക്ക് ഐസക്ക് ജനിക്കുന്നു. പക്ഷെ ഐസക്കിന്റെ എന്താ മുലകൂടി തീർന്നു കഴിഞ്ഞപ്പോൾ 7ാമത്തെ വാക്കോട്ട് 21ാമത്തെ ചാപ്റ്ററില് സാറ ഒരു കുഞ്ഞുണ്ടായതിന്റെ സന്തോഷത്തിലൊക്കെ നടക്കും. എന്നിട്ടും കൂടെ ഇസ്മായിലിനോട് മോശപ്പെട്ട രീതിയിൽ സാറ പെരുമാറുന്നൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, എന്താ പറയുന്നത്, ഈ ഐസക്കിനെ പിന്നെന്തോ അവന്റെ മുലകൂടിയെല്ലാം തീർന്നായിരിക്കും ആ സമയത്ത്. പിന്നെ നോക്കുമ്പോ ഇസ്മായില് എന്താ പറയുന്നത്, ഇസ്മായില് ഐസക്കിനെ കളിയാക്കുകയോ പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാറയ്ക്ക് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ വേറെ ആരെങ്കിലും പരിഹസിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സാറ വിചാരിച്ചു ഇത് നടക്കത്തില്ല. കാരണം വെച്ചാൽ അമ്മയുടെ സ്വഭാവം മകനിലും ഉണ്ട്, അല്ലെ. അമ്മ തന്നെ കളിയാക്കുന്നത് ഇപ്പൊ മകന്റെ തന്റെ കുഞ്ഞിനെ കളിയാക്കുന്നു. അത് സാറയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, ആർക്കായാലും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ സാറ എബ്രഹാമിനോട് പറയുന്നു, നീ എങ്ങനെയാണ് വേണ്ടില്ല ഈ സ്ത്രീയെയും ഈ കുഞ്ഞിനെ ഇവിടുന്ന് വിട്ടേയും പറ്റത്തുള്ളൂ. ഈ ചെക്കനെ, അന്ന് കുഞ്ഞല്ല ഇസ്മയേല്, അന്ന് ഒരുമാതിരി പ്രായമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്മയേലിനെ പരിച്ഛേദത്തിന്റെ സമയത്ത് തന്നെ ഇസ്മയേലിന് 13 വയസ്സുണ്ട്. അത് കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഐസക്ക് ജനിക്കുന്നത്. ഐസക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഐസക്കിന് ഒരു 4 അല്ലെങ്കിൽ 3 വയസ്സുള്ളപ്പോഴായിരിക്കുമല്ലോ, 3 വയസ്സെങ്കിലും ഉള്ളപ്പോഴായിരിക്കുമല്ലോ അവന്റെ മുലകൂടി നിർത്തുന്നത്, അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 14 3 കൂടെ വരുമ്പോ 17 വയസ്സ്, അല്ലെ. 17 വയസ്സ് വരെ എന്താ പറയാ ഇസ്മായില് സാറാന്റെ ഒപ്പം ഇവിടെ എബ്രാഹിമിന്റെ കൂടെ തന്നെയാണ് ജീവിച്ചത്. അപ്പൊ അതിനുശേഷം സാറ പറയുന്നു, എബ്രാഹിമിനോട് പറയുന്നു, ഈ മകനെയും അവന്റെ അമ്മേനോട് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പം ഒരു തുരുത്തിൽ കുറച്ച് വെള്ളവും കൊടുത്ത് എബ്രഹാം ദൈവം പറഞ്ഞത് കേട്ടു. ദൈവം പറഞ്ഞു സാറ പറയുന്നത് കേട്ടാൽ മതിയാവത്തുള്ളൂ, അല്ലെ. കാരണം ഇസ്മായിൽ വളർന്നു വന്ന് ഇസ്മായിൽ ഒരു പുരുഷനായിക്കൊണ്ടിരിക്കുന്നു. ഇസ്മായിൽ മാറിയേ പറ്റത്തുള്ളൂ. ഐസക്ക് വഴിയാണ് എബ്രഹാമിന്റെ പരമ്പര ഇനി വരാൻ പോകുന്നു, അല്ലെ. അപ്പൊ ഇസ്മായിൽ മാറുന്നതാണ് നല്ലത്, അല്ലെ. അത്രയും നാളും ഇസ്മായിൽ സുഖമായിട്ട് ജീവിച്ചു, അവരുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചു, അവന്റെ പിതാവിന്റെ കൂടെ സുഖമായിട്ട് ജീവിച്ചു, അല്ലെ. അപ്പോ ഒരു തുരുത്തിൽ കുറച്ച് വെള്ളവുമായിട്ട് എബ്രഹാം എന്താ പറയാ ഹാഗറിനെയും മകനെയും പറഞ്ഞു വിടുന്നു. എന്താ പറയാ മരുഭൂമിയിൽ വെച്ച് മകൻ തളർന്നു വീഴുന്നു, അല്ലെ. നമുക്കറിയാം വെള്ളം കുടിക്കാതിരുന്ന ഡീഹൈഡ്രേഷൻ തളർന്നു വീഴുന്നു. പക്ഷെ അവിടെ വെച്ച് പിന്നെ ഇപ്പൊ ഹാഗർ പിന്നെയും പ്രശ്നത്തിലായിരിക്കും. ഹാഗർ ഉണ്ടാക്കിയ പ്രശ്നം, മകൻ ഉണ്ടാക്കിയ പ്രശ്നമാണ്. എന്നെങ്കിൽ പോലും ഹാഗർ പിന്നെയും പ്രശ്നത്തില. അവിടെയും വെച്ച് തന്റെ കുഞ്ഞിന്റെ മരണം, അല്ലെ, ഇത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെ. തന്റെ കുഞ്ഞിന്റെ മരണം കാണാൻ ഹാഗറിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ മാറി നിന്ന് കരയുമ്പോൾ ദൈവം പിന്നെയും അവർക്ക് ഹെൽപ്പ് ആവുന്നു, അല്ലെ. ഒരു കാര്യം ദൈവം ചെയ്യുന്നു, ഹാഗറിന്റെ കണ്ണ് തുറക്കുന്നു, അല്ലെ. കണ്ണ് തുറക്കുമ്പോൾ അവിടെ ഓൾറെഡി ദൈവം അവൾക്ക് വേണ്ടി ഓൾറെഡി ഒരു അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഉള്ളൊരു കിണർ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയാ ദൈവം അവരുടെ കണ്ണ് തുറക്കുന്നു. 19ാമത്തെ വാക്യം 21ാമത്തെ ചാപ്റ്ററിന്റെ ദൈവം അവളുടെ കണ്ണ് തുറന്ന് അവൾ നീരുറവ് കണ്ടു, ചെന്നു തുരുത്തി വെള്ളം നിറച്ചു ബാലിന് കുടിപ്പിച്ചു. അപ്പൊ വെള്ളം അവിടെ ഓൾറെഡി ഉണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാല് ഹാഗറിന്റെ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കണ്ണിന് കാഴ്ചയില്ലെന്നല്ല പറയുന്നത്, അവൾക്ക് എന്താ പറയുക അത് മനസ്സിലാക്കാൻ പറ്റിയ
ഉണ്ടായിരുന്നില്ല അല്ലെ. അവളുടെ പ്രശ്നം ആയിരുന്നു അവൾക്ക് ഏറ്റവും വലുത്. തന്റെ മുമ്പിലുള്ള സൊല്യൂഷൻ ദൈവം ഓൾറെഡി കൊണ്ടുവച്ചിരുന്ന പരിഹാരമായിരുന്നില്ല ഹാഗറിന് വലുത്. പക്ഷെ ഹാഗറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തന്റെ അപ്പോഴത്തെ ആ പ്രശ്നമായിരുന്നു ഹാഗറിന് ഏറ്റവും വലുതായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് തന്നെയാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. ഇസ്മായിൽ ജനിക്കുകയോ ഹാഗർ ഈ പ്രശ്നത്തിലായിത്തീരുവോ, ഹാഗർ തന്റെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുക, ഒന്നും ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം ഉണ്ടായ കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നിട്ടും കൂടെ പ്രശ്നത്തിന് നടുക്കും കൂടെ അവളെ കാണുകയും അല്ലെ നമ്മളെ കാണുകയും ചെയ്യുന്ന ദൈവം ക്രോസ് ഓഫ് കാൽവരിയിൽ യേശുക്രിസ്തു മരിക്കേണ്ടി വന്നത് സ്വന്തം ഇഷ്ടത്തിന് പ്രകാരമല്ല, സ്വന്തം ആയിട്ട് തെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് വേണ്ടിയാണ്. അത് തന്നെയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഇവിടെ എബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് മാത്രം, ഇസ്മായിൽ ആയതുകൊണ്ട് മാത്രം എബ്രഹാമിനോട് ദൈവത്തിനുള്ള ഒരു സ്നേഹബന്ധം കാരണം ഇസ്മായിലിനെയും വലിയൊരു രാജ്യമാക്കി തീർക്കുന്നു അല്ലെ. 12 മക്കൾ കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാം ഇന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്താ പറയാ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവര് കാരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ലോകത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ദൈവം കരുണയുള്ളവൻ, ആരെയും നഷ്ടപ്പെടുത്തി പോകാൻ ഇഷ്ടപ്പെടാത്ത ദൈവം അല്ലെ. നമ്മുടെ പ്രശ്നത്തിൽ നമ്മളുണ്ടാക്കുന്ന പ്രശ്നമാണ്. സാറായും ഹാഗറും ഒക്കെ സ്വന്തമായിട്ട് അവരുടെ സ്വന്തം ഇഷ്ടത്തിന്, അവരുടെ ബുദ്ധിയില്ലാഴി കൊണ്ട്, അറിവില്ലാഴി കൊണ്ട് അവരുണ്ടാക്കിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അവരെയും കണ്ട ദൈവം, സാറേനെയും കണ്ട ദൈവം, ഹാഗറിനെയും കണ്ട ദൈവം. ഹാഗർ പറഞ്ഞ പോലെ എൽറോയ് അല്ലെ, എന്നെ കാണുന്ന ദൈവം അല്ലെ. തന്റെ മുമ്പിൽ ദൈവം ഓൾറെഡി സൊല്യൂഷൻ കൊണ്ട് എത്തിച്ച സൊല്യൂഷൻ അവിടെ ഉണ്ടെങ്കിൽ പോലും, അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടെങ്കിൽ പോലും ഹാഗറിന് കാണാൻ സാധിക്കാതെ തന്റെ പ്രശ്നത്തിലേക്ക് നോക്കുകയും തന്റെ കുഞ്ഞു മരിക്കാൻ പോകുന്നു എന്നൊരു അവസ്ഥയിൽ അല്ലെ, ഹാഗറിന് തന്റെ പ്രശ്നം വലുതായി തോന്നിയപ്പോൾ ഓൾറെഡി അവിടെ ഒരു പ്രോമിസ് ഉണ്ട്. ഇസ്മായിലിനെ പറ്റി ദൈവം ഓൾറെഡി ഹാഗറിന് പ്രോമിസ് കൊടുത്തതാണ്. 10-17 വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഗർഭിണിയായിരുന്നപ്പോ സാറയിൽ നിന്ന് ഓടി കളിച്ച സമയത്ത് എബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് അല്ലെ, അവളുടെ കുഞ്ഞിനെയും ഒരു വലിയ നേഷനാക്കി തീർക്കുമ്പോൾ ദൈവം ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും കൂടെ എന്താ പറയുക, ഹാഗറിനെ സംബന്ധിച്ചിടത്തോളം അതപ്പോ ആ സമയത്ത് ഓർക്കാൻ പറ്റിയില്ല അല്ലെ. തന്റെ പ്രശ്നമാണ് ഏറ്റവും വലുതെന്ന് കണ്ടുകൊണ്ട് ഹാഗർ എന്താ പറയാ പ്രശ്നത്തിന്റെ മുമ്പിലേക്ക് നോക്കിക്കൊണ്ട് പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അതുപോലെയൊക്കെ പ്രശ്നത്തിൽ കൂടെ നമ്മളും പലപ്പോഴും കടന്നു പോയിട്ടുള്ളത് അല്ലെ. നമ്മൾ പ്രശ്നം വലുതാണെന്നും ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ പോലും അത് വിശ്വസിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ കൂടെയൊക്കെ അല്ലെ, നമ്മൾ വിശ്വസിക്കാൻ മനസ്സ് കാണിക്കാതെ വരുന്ന അവസ്ഥ കൂടെയൊക്കെ നമ്മളെല്ലാരും കടന്നു പോയിട്ടുള്ളത്. പക്ഷെ അവിടെ എന്നാലും നമ്മളെ കൈത്താങ്ങായിട്ട് വരുന്ന ദൈവം, അതാണ് നമ്മുടെ ദൈവം. ക്രോസ് ഓഫ് കാൽവരി നമ്മളെ വിജയാളികളാക്കിയതാണ്. നമ്മുടെ പാപം കൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും, എന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ യേശു ക്രിസ്തു അല്ലെ. നമ്മള് ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരി എല്ലാത്തിനുള്ള സൊല്യൂഷൻ ദൈവം കണ്ടെത്തി കഴിഞ്ഞതാണ് അല്ലെ. ഇനി പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ വേണ്ട, ഇനി പ്രത്യേകിച്ച് ഒരു പരിഹാരം വേണ്ട നമ്മുടെ ജീവിതത്തിന് ഒരു കാര്യത്തിനും. അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ എന്നും കണ്ടെത്തി കഴിഞ്ഞതാണ് തന്നെയാണ് അല്ലെ. അപ്പൊ മനസ്സിലാക്കുക, ദൈവത്തെ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാപം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. വേറെ നമ്മള് ചെയ്ത തെറ്റുകൾ എന്ന് പറഞ്ഞാല് മാനുഷികമായിട്ട് ചെയ്യുന്ന നമ്മുടെ തെറ്റുകൾ, ആ തെറ്റുകളെക്കാളൊക്കെ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവം ഒരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കുക അല്ലെ. അപ്പോ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ കൂടെ എന്നും ഉള്ളവൻ, നമ്മളെ എന്നും കാണുന്നവൻ, ഒരിക്കൽ പോലും വിചാരിക്കാനിരിക്കണ്ട എന്താ പറയുക എനിക്ക് ആരുണ്ട്, എന്നെ ആര് കാണും, എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ തനിച്ചാണല്ലോ, എനിക്ക് ഇത്ര വലിയ പ്രശ്നത്തിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്രശ്നമാണല്ലോ, ഇനി ഞാൻ എങ്ങനെ ഇതിട്ട് പുറത്തിറങ്ങും ഞാൻ എന്നൊന്നും പറഞ്ഞ് വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ചാല് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലോ നമ്മൾ ദൈവമേ ഒന്ന് വിളിക്കാൻ താല്പര്യം കാണിക്കുവാണെങ്കിൽ, ദൈവമേ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ അതിനൊരു പരിഹാരവുമായിട്ട് നമ്മുടെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ ദൈവത്തിന്റെ കരുണ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളത്. നമ്മൾ ഒരിക്കൽ പോലും തനിച്ചാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്താണ് നന്ദി പറയാം. താങ്ക് യു ജീസസ്. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മെർസി. എന്നും ഞങ്ങളുടെ കൂടെ ഉള്ളതിനടുത്ത് നന്ദി പറഞ്ഞു. എന്തൊക്കെ പ്രശ്നത്തിലാണെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതാണെങ്കിലും കർത്താവെ, എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാണുന്നവൻ അങ്ങ് എൽറോയ് കർത്താവ്, ഒരിക്കൽ പോലും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയാത്തവൻ. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള നന്ദി പറഞ്ഞു. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരോട്ട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു, കൂട്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു, ഒരു ഹൃദയത്തെ ശക്തിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. കേട്ട നന്ദി. ദൈവത്തെ മാത്രം ഉണ്ടാകട്ടെ.